ഹായ് ജാങ്കോ, അവിടെ ജാങ്കോ എവിടെയാ നമ്മള്? ജാങ്കോ എവിടെയാ നമ്മള്? ഹായ് ജാങ്കോ, ബാ നമുക്ക് ബാക്കി എല്ലാരും കണ്ടിട്ട് വരാം. എല്ലാരും ഇവിടെ ഉണ്ട്. ഉണ്ണി എന്തൊരു ആന്റി സോഷ്യലാ ഉണ്ണി, ഫുൾ ടൈം ഫോണും പിടിച്ചോണ്ടിരിക്കുന്നേ. അമ്മൂമ്മ ഇതെല്ലാം എവിടുന്ന അമ്മൂമ്മേ? ഇതെല്ലാം നമ്മുടെ കാർഷിക ആദായമാണ്. അതെ, ചിക്കു അമ്മൂമ്മ ഈ മരങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ പോയി. അമ്മൂമ്മയുടെ കയ്യിൽ എന്താ? കൈയുടെ സൗന്ദര്യം ആരെയും കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മുടി വെച്ചേക്കണ. അതെ അല്ലേ, ഇതമ്മൂമ്മയുടെ കൃഷി. കൃഷി ചെയ്ത് കിട്ടിയ സാധനം ചിക്കു. ഇത്രയും പെട്ടെന്ന് ₹600 കിട്ടി. എന്തമ്മേ? എന്ത് പെട്ടെന്ന് കറി റെഡി. അപ്പൊ ഇനി തൈര് ഒഴിക്കോ? ഇത് വറുത്തിങ്ങനെ കടു വറുത്തെല്ലാം ഫ്രിഡ്ജിൽ വെച്ചാൽ കോവയ്ക്ക വറുത്തത്. ഇത് സ്പെഷ്യൽ അല്ലേ? നോക്കിട്ട് ഇളക്കിട്ട് ഇതല്ലേ നല്ല ക്രിസ്പി ക്രിസ്പി. പാത്രം തരാം. ഇന്നലെ കുഞ്ഞോ മേടിച്ചിട്ടുണ്ട്. പക്ഷെ അത് മുളകിലിടാൻ നല്ല. ഇതിനകത്ത് പറയണത് ഞാൻ കാണുന്ന തമിഴൻ ഷെഫ്. ആ കറുമുറു സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ നല്ല ക്രിസ്പിയാ. എത്രയാണ് തൈര് ഒഴിച്ചോണ്ടേ? ഉണ്ണിയുടെ ഏറ്റവും ഫേവറേറ്റ് ആണ് തൈര്. അങ്ങനെ പാവയ്ക്ക കിച്ചടി റെഡി. നാടൻ കറികള്, പാവയ്ക്ക കിച്ചടി. പിന്നെന്തുവാ ഇത്? കോവയ്ക്ക. ഇതെന്താ? ആ ചമ്മന്തി. ചക്കക്കുരു വാങ്ങിണ്ട്. ഓ ഒരു വീഡിയോ ഇതെന്താ? ചക്കക്കുരു മാങ്ങ മുരിങ്ങയ്ക്ക്. ഓ ഇതെല്ലാം അമ്മമ്മയുടെ സ്പെഷ്യലാ. ഈ സീസൺ മോളും കൊച്ചുമക്കളും ഒക്കെ വന്ന കാരണം അമ്മമ്മ അദ്ദേഹം. ഇതെന്താ മഞ്ജു ചേച്ചി? കോവയ്ക്ക. അതെന്താ അത്? അയ്യോ എനിക്ക് കാണുന്നില്ലായിരുന്നു. ഓ ഇതിനല്ലേ ചമ്മന്തി ഉണ്ടാക്കി വെച്ചേക്കുന്നേ? ചമ്മന്തി ദോശയ്ക്ക് ഉണ്ടാക്കിയതാ. ഇന്നലെ നിങ്ങൾ വരുമെന്ന് കരുതി ഉണ്ടാക്കി വെച്ചതാ. പിന്നെ അതെ ഒരു പാത്രം പപ്പടം. ആ ദേ 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 ജാങ്കോയും ജാങ്കോയുടെ ബ്രദറും. കൊക്കോ ഇവരുടെ സ്നേഹപ്രകടനമാണ്. ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ഓൺ ബ്രദേഴ്സാ. ഒറ്റ പ്രസവത്തിലുള്ള 2 പിള്ളേരാ. ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് എല്ലാവരുടെയും വീട്. ഇത് ജയമ്മയുടെ വീടായിരുന്നു, ഇത് നമ്മുടെ അമ്മമ്മയുടെ വീട്. അപ്പം ജയമ്മയുടെ അടുത്ത് വന്നതേ മീൻ വറുത്തതെടുത്തോണ്ട് നമുക്കിനി അമ്മമ്മയുടെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കാം. മീനെത്തി ഗൈസ്. മീനെത്തി. അതെ എടുത്തോ. ജയമ്മയുടെ സ്പെഷ്യൽ. ആ ഇതാണ് അമ്മുമ്മയുടെ ലഞ്ച്.
അമ്മൂമ്മ ഒരുക്കിയ ലഞ്ചല്ലേ അമ്മൂമ്മ? പാവയ്ക്ക കിച്ചടി, ഇത് ജയമ്മയുടെ ചാള വറുത്തത്, പിന്നെ ഇത് കോവയ്ക്ക അല്ലേ, കോവയ്ക്ക, അച്ചിങ്ങ മെഴുക്ക് പുരട്ടി, ആ ഇത് മുളക് ഉടച്ചത്, ഇത് തൈര് മുളകല്ലേ ഇത്, ആ തൈര് മുളക്, ഇത് ചക്കക്കുരും മാങ്ങയും വെള്ളരിക്കയും മുരിങ്ങയ്ക്കയും എല്ലാം കൂടി ഇട്ട ഒരു കറി. കറി അതാണ് പറയാൻ വന്നത്. പക്ഷെ അമ്മയുടെ കറിയുടെ സ്വാദം എന്താണെങ്കിൽ അമ്മ കറിയൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. പഴയ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആ ചക്കക്കുരു മാങ്ങയും കുട്ടി കഴിഞ്ഞപ്പോ. അമ്മ വെച്ചിട്ടെങ്കിലും മഞ്ജു വെച്ചതാണെങ്കിലും ടേസ്റ്റ് അത് തന്നെയായിരുന്നു. അടിപൊളി. ഇനി മഞ്ജു ചേച്ചി ഒരു ഓംലെറ്റും കൂടെ ഉണ്ടാക്കുന്നുണ്ട്, അതിന് വെയിറ്റിംഗ് ആണ് ഞങ്ങൾ. ഉണ്ണി ഊണൊക്കെ കഴിഞ്ഞിട്ട് എന്താ ഉണ്ണി ഡിസേർട്ടായിട്ട് കഴിക്കുന്നേ? ഓ എവിടെ നീ കിറ്റ്കാറ്റ്? ബൗണ്ടി ബൗണ്ടി എനിക്കിഷ്ടല്ല ബൗണ്ടി. അത്തേങ്ങ അല്ലെങ്കിലും നമ്മുടെ ഊണുമുറി നല്ലതല്ലേ അമ്മൂമ്മേ? ഏതായാലും ഈ ഊൺമേശ നല്ലതാ, എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. 62 വർഷം ആയ ഊൺമേശയാ. നീ ഉള്ളപ്പോ നീ ചെറുതായിരിക്കുമ്പോഴേ കിഴക്കേ വീട്ടിലായിരിക്കുമ്പോഴേ ഇല്ലേ അത് ആരാ ഉദ്ഘാടനം ചെയ്തെന്നറിയോ? പണ്ട് വെറും ഡെസ്ക് ആയിരുന്നു, ഡെസ്കും ബെഞ്ചും ആയിരുന്നു. അപ്പൊ ഊൺമേശ വേണം എന്ന് പറഞ്ഞ് ഊൺമേശ ഉണ്ടാക്കി കഴിഞ്ഞ് ലതയുടെ അച്ഛൻ അവനക്കുട്ടൻ മാമന്റെ, അയാള് അദ്ദേഹം നല്ലൊരു മനുഷ്യനാട്ടോ, റേവൽസില് വരുമായിരുന്നു സൂപ്പർവൈസറായിട്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഒരു ദിവസം വന്നു, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, ഇവിടെ വരുന്ന ഊണ് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഊണ് കഴിക്കാനായിട്ട് വന്നു, ഇരുന്ന് ഊണ് കഴിച്ചു. അപ്പൊ നമ്മളിങ്ങനെ മേശയുടെ ഒരു വശത്തെ ഇങ്ങനെ ഇത് പിടിപ്പിച്ചതൊക്കെ മാറ്റിയിട്ട് തുടച്ച് വൃത്തിയാക്കി അവിടെ ചോറ് വിളമ്പി കൊടുത്തു. നിനക്ക് ഒരു ദിവസം പോലും ആളില്ലാതിരിക്കില്ല കേട്ടോ, ഇത് എന്നും അതുപോലുള്ള ഞാൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാന്ന് പറഞ്ഞു. 50 വർഷമായ ഊണുമേശയാണ് ഇത്. ശങ്കരപ്പണിക്കത്തെ മേശയാ. പിന്നെ ഡെസ്കും അമ്മയുടെ ബൗണ്ടി ഇറക്കിയിട്ട് പറ. ഡെസ്കും ബെഞ്ചും തന്നെ മേടിച്ചത് KR നാരായണ അയ്യരുടെ അവിടെ വിറ്റില്ലേ, അവിടുന്ന് പുരുഷൻ മേടിച്ചിട്ട്, അന്ന് പുരുഷനായിട്ട് വലിയ കമ്പനി ആയിരുന്നല്ലോ, പുരുഷൻ തന്നതാണ് 2 ചാരു ബെഞ്ചും 1 ഡെസ്കും, പിന്നെ 2 കൊട്ട കസേര, ഇവിടെ കിടക്കുന്ന 2 കസേര, എല്ലാം 100 രൂപ. അയ്യോ അത് ഈ മേശ ഇപ്പൊ കിട്ടും 100 രൂപയ്ക്ക്. ആ മേശ പിന്നെ ഗോപി ട്യൂഷൻ മേശയാക്കി, ട്യൂഷൻ ബെഞ്ച്. അത് കഴിഞ്ഞ് ജയ പിള്ളേരെ അവിടെയാക്കി. ഇപ്പൊ അതുണ്ടോന്നും തന്നെ അറിയില്ല, ചാരു ഒക്കെ ആയിട്ട്. ഓക്കെ അമ്മൂമ്മേ, അപ്പൊ ശരി, ഇന്നത്തെ ലഞ്ച് കഴിഞ്ഞു. ഇനി ഡിന്നർ വേറെ എവിടെന്നെങ്കിലും സെറ്റാക്കാം. ഓക്കെ അപ്പൊ ബൈ. അവരും ബായ് പറയുക. പോവാൻ ജാങ്കോ? അച്ചോ ഓക്കെ 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 ബാ, രണ്ടുപേരും ബാ.